ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വെൽക്കം ബാക്ക് ടു ദിസ് ടോക്ക് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ടോക്ക് അത് അവിടെ അവസാനിപ്പിച്ചിരുന്നില്ല. ഒരു ടോക്ക് തന്നെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. പ്രാർത്ഥനയുടെ ആ ചിന്തയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഇൻ പ്രയർ ഐ ആം നോട്ട് അലോൺ. ഇഫ് യു ആർ അലോൺ യു ക്യാൻ നോട്ട് പ്രേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായിട്ട്, പിതാവ് പ്രാർത്ഥനയെ ഒരു ക്രിയയായിട്ട് കണ്ടു. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് വി ഡിസൈഡ് ടു ഡു ദാറ്റ് ആക്ട്. ഓക്കെ, പ്രേയർ ഒരു ആക്ഷനാണ്, നമ്മൾ ചെയ്യണം അത്. അപ്പോൾ നാച്ചുറലി എവ്രി ആക്ട്, ജെന്യുവൻ ആക്ട് ആർ ദ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് എ ഡിസിഷൻ. എല്ലാ റിയൽ ആയിട്ടുള്ള ആക്ഷനുകളൊക്കെ തീരുമാനങ്ങളിൽ നിന്നാണ് പൊന്തി വരിക. ക്ഷമിക്കണതും ശുശ്രൂഷിക്കണതും ഒക്കെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിസിഷനിലൂടെ കടന്നു വരുന്ന കർമ്മം അല്ലെങ്കിൽ ആ ക്രിയ, അത് ലാഭകരമായ ഒരു ക്രിയയായിട്ട് പിതാവ് കാണുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഫിറ്റബിൾ ആക്ട്, ബട്ട് ഇൻ ദ ലെവൽ ഓഫ് നോൺ പ്രോഫിറ്റബിൾ ആക്ട്. ലാഭകരമല്ലാത്ത ഒരു കർമ്മം. പക്ഷെ ഈ ലാഭകരമല്ലാത്ത ഈ കർമ്മമാണ് നമ്മളെ നമ്മളാക്കുന്നത്. നമ്മുടെ ആ ഒരു ഗുണാത്മക ആ ഒരു മാനത്തെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇറ്റ് മേക്സ് us റിയലി ഹ്യൂമൻ ഓർ ഡിവൈൻ, someone who unites. എന്നാൽ അപ്പോഴും നമുക്ക് പുനരൈക്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാവുള്ളൂ. പ്രാർത്ഥനയുടെ അന്തരാളങ്ങളിലേക്ക് ഊഴിയിട്ടിറങ്ങുമ്പോഴാണ് നമ്മൾ അതിൻ്റെ താഴെയുള്ള വൺനെസ്, അതിലുള്ള പുനരൈക്യത്തിൻ്റെ ദാഹം, എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന പ്രാർത്ഥന, അതൊക്കെ അതിന് പുളുപുളുന്ന് പറഞ്ഞ് പൊന്തി വരാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള പിതാവിന് അപ്പോൾ പുനരൈക്യം ഒരു നാച്ചുറൽ തിങ് ആയിട്ട്, ഒരു ദാഹമായിട്ടൊക്കെ ആൾക്ക് അനുഭവപ്പെടാനും അത് തൻ്റെ ജീവിതത്തിലും ചുറ്റുവട്ടത്തൊക്കെ അത് പ്രതിഫലിക്കണം, അതൊരു റിയാലിറ്റി ആവണം എന്നൊക്കെ ആഗ്രഹിച്ചു. നമ്മൾ ഒരുപക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന ഒരു വൺ സൈഡഡ് ആക്ടിവിറ്റി അല്ല. പ്രാർത്ഥനയിൽ ദൈവവും നമ്മളുടെ അയൽക്കാരനും പിന്നെ ഈ നല്ല പ്രകൃതിയുമുണ്ട്. യേശുവിൻ്റെ പ്രാർത്ഥന നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിതാവിനോടുകൂടെ സമ്പാദിക്കുന്ന, മനുഷ്യകുലത്തിനോടുകൂടെ ഒന്നിച്ച് ഇടപഴകുന്ന ഈ വയലിലെ ലില്ലി പുഷ്പങ്ങളെയും ഈ ഒരു അണയ്ക്ക് പിടിക്കുന്ന 2 പക്ഷികളെയും അതല്ലെങ്കിൽ ആട്ടുംകൂട്ടങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കുന്ന ദൈവം, മലകളെയും പുഴകളെയും സന്ധ്യകളെയും ഈവനിങ്ങുകളെയും ഒക്കെ സ്നേഹിച്ച് അതിനോടൊക്കെ റിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം. സോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അന്തരാളങ്ങളിലും ഈ 3 തലത്തിലുള്ള റിലേറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ ഒരു ബന്ധപ്പെടാനുള്ള ആഗ്രഹം, ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിതാവിൻ്റെ പ്രാർത്ഥനയിലും നമുക്കത് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. എങ്ങനെ പിതാവ് അതിൻ്റെ ഫർദർ പോയി. സോ പിതാവ്, ഞാൻ പറഞ്ഞു, പരമ്പരാഗതമായ എല്ലാ പ്രാർത്ഥനകളെയും പിതാവ് ചെയ്തിരുന്നു. സഭയുടെ പ്രാർത്ഥനാ പഠനങ്ങളൊക്കെ അദ്ദേഹവും വളരെ, അത് കുഞ്ഞുമക്കൾക്കുള്ള, ചെറുപൈതങ്ങൾക്കുള്ള വേദോപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതി അതവരെ കൊണ്ട് കാണാപ്പാഠം പഠിപ്പിക്കുന്ന അതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിതാവ് ആ കുഞ്ഞു പൈതങ്ങൾക്കുള്ള വേദോപദേശം എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ കത്തോലിക് പരമ്പരയിൽ നമ്മൾ ചോദിക്കുന്നത് പോലെ പ്രാർത്ഥന എത്ര പ്രകാരം. അപ്പം നമ്മൾ പറയും പ്രാർത്ഥന 2 തരത്തിലാണ്, മാനസികവും വാചികവും എന്ന് പറയും. മെൻ്റൽ പ്രയർ ആൻഡ് വെർബൽ പ്രയർ എന്ന് പറയും. പിതാവും അത് സ്വീകരിച്ചിരുന്നു. പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ പറയുന്ന പ്രാർത്ഥനകളും, ദെൻ പ്രാർത്ഥന മാനസികവും, മെൻ്റൽ പ്രയർ എന്ന് പറയും. പക്ഷെ പിതാവ് അതിൽ ചെറിയ നുവാൻസുകൾ കൊണ്ടുവരും. അതാണ് നമ്മളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നത്. സോ വെർബൽ പ്രേയർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
യാമപ്രാർത്ഥനകൾ, പിന്നീടുള്ള എല്ലാ ഇങ്ങനെ കുർബാനകൾ, ബാക്കിയുള്ള എല്ലാ ഭക്തി അഭ്യാസങ്ങളും ഒക്കെ ഒത്തിരി ശുഷ്കാന്തിയോടുകൂടെ പിതാവ് ചെയ്തിരുന്നു. പിതാവാണ് ആ യാമപ്രാർത്ഥനകളെ വിഭജിച്ചിട്ട് ഈ 6 മണി 9 മണിയൊക്കെ ഒരുമിച്ച് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് അത് ഇന്നും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ ആ പ്രാർത്ഥനയിലെ യാമപ്രാർത്ഥനയിലെ വിശുദ്ധിയും ശുഷ്കാന്തിയും ഒക്കെ പിതാവ് വെച്ചിരുന്നു. പിതാവിൻ്റെ മെൻ്റൽ പ്രാർത്ഥനയിലേക്ക് കടക്കാം. മനനം, അത് പിതാവിൻ്റെ സന്യാസ സഹായിലൊക്കെ കയറി നിൽക്കുന്ന ഒരു ഭാവമാണ് നമ്മൾ ധ്യാനിക്കണം എന്നുള്ളത്. പിതാവിൻ്റെ ധ്യാനങ്ങളെ നമ്മൾക്ക് എങ്ങനെ കാണാൻ കഴിയും? എങ്ങനെയാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ മെൻ്റൽ പ്രെയർ. എല്ലാവരും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്നൊക്കെ ചോദിക്കുക എല്ലാവരും വന്നിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാനിക്കണം എന്ന് പറയും. നല്ല ധ്യാനങ്ങൾ നടത്തണം എന്ന് പറയും. അപ്പം ചിലരുടെ മനസ്സിൽ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രസംഗങ്ങളാണ്. അതല്ല ധ്യാനം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മനനം. അത് ശ്രവിക്കുക, ശ്രവണം, മനനം, നിധിനിത്യാസനം എന്ന് പറയും പിതാവിൻ്റെ സന്യാസ സഹായിലൊക്കെ എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യൻ തിങ്കിങ്ങിലൂടെ പറയുന്നതാണ്. കേൾക്കണം, ദെൻ അത് നമ്മൾ മനസ്സിൽ അതിനെ ധ്യാനിക്കണം, ആൻഡ് എല്ലാ ദിവസങ്ങളിലെ പ്രാക്ടീസിലേക്ക് അതിനെ കടത്തിവിടണം. ദാറ്റ് മനനം പിതാവ് വളരെ ഭംഗിയായിട്ട് കാണാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പിതാവ് എങ്ങനെയാണ് ധ്യാനിക്കുക എന്ന് ചോദിക്കില്ല, എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യാമെന്ന്. പലർക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ചിലരൊക്കെ പറയണം, അച്ഛൻ എങ്ങനെയൊക്കെ ധ്യാനിക്കണേ. ഇവാനിയൻ വഴിയിലേക്ക് കടക്കുന്ന നിങ്ങളെല്ലാവരും ധ്യാനിക്കണം. ധ്യാനിക്കാത്ത ഒരാളും ഇവാനിയൻ വഴി പാലിക്കരുത്. കാരണം ഇവാനിയൻ വഴിയുടെ ഉള്ളിലേക്ക് കടക്കണേ നിങ്ങൾ ധ്യാനിച്ചിരിക്കണം. ഓക്കെ, തന്നെ ഈ ആസ്ക് എങ്ങനെയാച്ചാൽ ധ്യാനിക്കാമെന്ന് ചോദിക്കുക. ധ്യാനിക്കലാണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം വലിക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ ധ്യാന പ്രാർത്ഥന. ആക്ച്വലി അത് നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള, അല്ലെങ്കിൽ സൃഷ്ടിയിൽ മനുഷ്യനെ സെപ്പറേറ്റ് ആക്കുന്ന ഒരു ദിവ്യ സാധനമാണ്. പട്ടിയും പൂച്ചയും ഒക്കെ ധ്യാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചില നേരത്തെ അവർ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നും ഇവന്മാരൊക്കെ ഇങ്ങനെ സമാധിയിൽ വളരെ മനനം നടത്താണോ, ഇവരൊക്കെ ധ്യാനിക്കുകയാണോ എന്ന് എനിക്ക് തോന്നും. കാരണം നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭാവമാണത്. ആ ഒരു നിശബ്ദതയിൽ എല്ലാത്തിനെയും ഉള്ളിലേക്ക് എടുക്കുന്ന, എല്ലാത്തിനെയും ഉള്ളിൽ കാണുന്ന ഒരു അമേസിങ് തിങ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. നമ്മൾ പലപ്പോഴും അതൊന്നും പ്രാക്ടീസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാറില്ല. നിങ്ങളെങ്ങനെയാണ് ഞാൻ ധ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ മെഡിറ്റേഷനെ കുറിച്ച് പഠിപ്പിക്കുക? സപ്പോസ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വഴക്ക് പറയുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കണേ, ഞാൻ അപ്പോൾ ഒരുത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവന് 5 മിനിറ്റ് നേരം നോൺ സ്റ്റോപ്പ് ഫയറിങ് ആണ് കൊടുക്കും. ആ 5 മിനിറ്റ് നേരം ഫയറിങ് കഴിയുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, അച്ഛാ എന്നെയല്ല വഴക്ക് പറയണ്ടേ, ഈ ജോസഫിനെ വഴക്ക് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 2 അപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഞങ്ങൾ 2 ആളെ കണ്ടാലും ഒരേപോലെ ഇരിക്കുക, എല്ലാവരും ഇതുപോലെയാ, അവന് വഴക്ക് പറയുന്നതിന് പറയാം എന്നെ തെറ്റി വഴക്ക് പറയുന്നത്. അപ്പം ഞാനൊന്ന് ചിരിച്ചിട്ട് ഈ ജോസഫിനെ എങ്ങനെയൊന്ന് നോക്കിയിട്ട് ഞാൻ ഈ വഴക്ക് പറഞ്ഞ കക്ഷിയോട് പറയും, അപ്പം നിനക്കൊന്ന് പറയായിരുന്നില്ലേ? അപ്പം അവൻ പറയും, അച്ഛനൊന്നും നിർത്തിയിട്ട് വേണ്ട പറയാനായിട്ട്. അപ്പം ഞാനൊരു ചമ്മി ചിരിയിരിക്കുക, എന്നിട്ട് പറയും, മറന്നോട്ടാ, നിന്നെയല്ല പറഞ്ഞേ, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയും. പക്ഷെ അവന് അങ്ങനെ അങ്ങോട്ട് അത് വിട്ട് കളയാൻ പറ്റുമോ? കാരണം ആ 5 മിനിറ്റ് നേരം ഭൂമി പിളർന്ന് അതിൻ്റെ ഉള്ളിൽ പോയിക്കോട്ടെ എന്ന് അവൻ ആഗ്രഹിച്ചതാ. കാരണം വഴക്ക് അത്ര സ്ട്രോങ് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൈ അങ്ങോട്ട് കഴുകിയിട്ട് പറഞ്ഞു, നീ പൊക്കോ, ഓക്കെ സമാധാനമായിട്ട് പൊക്കോ. അവന് സമാധാനമായിട്ട് പോകാൻ പറ്റില്ല. അപ്പം തുടങ്ങും ധ്യാനം അവൻ്റെ തലയിൽ. എന്നിട്ട് അവൻ അങ്ങോട്ട് പോണ പോക്കിലുണ്ടല്ലോ ഈ സംഭവം മുഴുവൻ ആ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് അവൻ അങ്ങോട്ട് പറയാൻ തുടങ്ങും, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു അച്ഛനാണ് ആ ജോസഫിനെ വഴക്ക് പറയണേന് വേറെ എൻ്റെ മെക്കിട്ട് കയറി. ആ ഈവന്മാർക്കൊക്കെ ഞാനാ മുന്നിൽ നിന്നിരിക്കുന്നപ്പോൾ കുഴപ്പം. അവൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ പിന്നിൽ 5 കൊല്ലം മുമ്പത്തെ ആഡ് ചെയ്യാൻ തുടങ്ങും, 10 കൊല്ലത്തെ മുമ്പ് ആഡ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം പിന്നെ അവൻ ആ കാര്യത്തിന് പപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഇങ്ങനെ പോണ വഴിക്ക് അവൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ട് അടുത്തിരിക്കണ ചട്ടിക്കിട്ട് ഒരു ചവിട്ടും കൊടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവന് പനി പിടിക്കും. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞേ? അവൻ ധ്യാനിക്കുക നെഗറ്റീവിലാണെന്ന് മാത്രം. അവൻ ഒരു സംഭവത്തെ ഉള്ളിലേക്ക് എടുത്തിട്ട്
അതിൻ്റെ ചുറ്റുവട്ടങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഈ ബിഗിൻ ടു മെഡിറ്റേറ്റ്. നെഗറ്റീവ് മെഡിറ്റേഷൻ. അതിൽ ഉസ്താദുകളാണ് നമ്മളെല്ലാവരും അല്ലേ. ചില ആളുകളുണ്ടല്ലോ വർഷങ്ങളോളം മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയാം. 5 കൊല്ലം 10 കൊല്ലം 20 കൊല്ലം മുമ്പ് സംഭവിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു വാക്ക് മനസ്സിലിട്ട് ഉരുട്ടി 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 ധ്യാനിച്ച് നടക്കുന്നവരല്ലേ നിങ്ങൾ പലരും. എന്നിട്ട് ഓരോ പ്രാവശ്യം ആ ധ്യാനം നടത്തുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ പൊന്തി വരികയും പനിക്കുകയും ഓക്കാനം വരിക ചെയ്തിട്ടില്ലേ? ദാറ്റ്സ് ദ പവർ ഓഫ് മെഡിറ്റേഷൻ. അതാണ് മനനം. അത് ഉള്ളിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് മുഴുവൻ അങ്ങോട്ട് വിറപ്പിക്കും, കത്തിയത്. അതാണ് പവർ ഓഫ് ദ മെഡിറ്റേഷൻ. നമ്മളത് പോസിറ്റീവ്ലി ചെയ്യാനാണ് ഈ ഗുരുക്കന്മാർ പറയണേ, അല്ലെങ്കിൽ മാനസിക പ്രാർത്ഥന എന്ന് നമ്മൾ പറയണത്. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവില് ഈ സാധനം എടുത്തിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പുറത്തു വരും. ഇപ്പൊ നെഗറ്റീവില് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ എന്ത് വരും? നെഗറ്റീവില് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ എൻ്റെ ആ വഴക്ക് പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോകും, ആ അച്ഛൻ വലിയ കാര്യത്തില് അവന് ഒറീസയിൽ നിന്ന് വന്നേക്കുന്നതാണ്. തിരിച്ചു പോകുന്ന വഴി അവന്റെ തലര മുകളിൽ ഇടി വെട്ടിയിട്ട് അവൻ യാത്ര ചെയ്യുന്ന ട്രെയിൻ തിരിച്ചു മറിഞ്ഞിട്ട് എന്തൊക്കെ കേഴ്സ് ചെയ്യാൻ തുടങ്ങി നമ്മള്. അപ്പൊ ഒരു ശാപവചനം നമ്മൾ ഉച്ചരിക്കുന്നത് അതിന്റെ താഴെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ഇറ്റ് നെവർ ഹാപ്പൻസ് സിംപിളി ലൈക്ക് ദാറ്റ്. കേഴ്സിന് ശപിക്കുക, നമ്മളൊരു കാര്യം അത് നശിച്ചു പോകട്ടെ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് മെഡിറ്റേഷൻ നടന്നുകൊണ്ടാണ്. പുനരൈക്യത്തെ ഹനിക്കുന്ന, ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ഒരു മെഡിറ്റേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കണേ. പിന്നെ അതിൽ നിന്നിട്ട് ഒരു തരം ഒരു റിവഞ്ച് ഫുൾനെസ് കയറി വരും. കാണിച്ചു കൊടുക്കുക അവനെ, അടുത്ത പ്രാവശ്യം എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഇവന് ഞാൻ 8 പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതികാര മനോഭാവങ്ങൾ പൊന്തി വരും. Now all type of evil things will begin to come out through a negative meditation. അതിൽ നിന്ന് പുറത്തു വരുന്ന വിഷം തലമുറകളോളം നിൽക്കും. പിതാവിന് അത് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. കാരണം പുത്തുങ്കൂറിന്റെ അടിയിൽ അങ്ങനെ ഒരു നെഗറ്റീവ് മെഡിറ്റേഷൻ കിടക്കുന്നുണ്ട്. 270 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ധ്യാനിച്ച് 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 നടക്കുന്ന ഒരു സമുദായമായിട്ട് പിതാവിന് തോന്നി. അപ്പൊ എപ്പോഴൊക്കെയാണോ ഉദയംപേരൂരിൻ്റെയും കൂനംകുരിശിൻ്റെയും വേദനകളെ ഉള്ളിലേക്കെടുത്ത് ആ ധ്യാനങ്ങളിൽ നിന്ന് പൊന്തി വന്ന വിഷാദവും അതിലൂടെ പൊന്തി വന്ന പ്രതികാരങ്ങളും പ്രതിക്രിയകളും ഒക്കെ അടുത്ത തലമുറയ്ക്കും കൊടുത്ത് അങ്ങനെ നെഗറ്റീവിലി പ്രാർത്ഥിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നത്, അവിടെ പിതാവ് തൻ്റെ പ്രാർത്ഥനയെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ തൻ്റെ ധ്യാനത്തിൻ്റെ സകാരാത്മക മേഖലകളിലേക്ക് കടന്നുകൊണ്ട് അന്നുവരെ ധ്യാനിച്ച രീതികളിൽ നിന്ന് മാറി പിതാവ് അതിനെ സകാരാത്മകമായി ധ്യാനിക്കാൻ തുടങ്ങും. അപ്പൊ ഉദയംപേരൂരിനെയും കൂനംകുരിശിനെയും അതിനുശേഷം വന്ന വിഭജനങ്ങളെയും വേദനകളെയും ഒക്കെ ഉള്ളിലേക്ക് എടുക്കുന്ന പിതാവ് അതിനെ പോസിറ്റീവായിട്ട് ധ്യാനിക്കാൻ തുടങ്ങിയപ്പോ എന്ത് സംഭവിക്കും? പോസിറ്റീവായിട്ടുള്ള എല്ലാ ധ്യാനങ്ങളിൽ നിന്നാണ് വളരെ ഭംഗിയുള്ള കുറെ പ്രാർത്ഥനകൾ പൊന്തി വരുന്നത്. നിങ്ങളിപ്പോ ഒരു നല്ല വ്യക്തിയെ കുറിച്ച്, ലെറ്റ് സേ ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനോട് ഞാൻ പറയട്ടെ, നിന്റെ ഭാര്യയെ നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ചിലർ വിചാരിക്കുന്നത് ദൈവത്തിനെ കുറിച്ച് മാത്രമേ ധ്യാനിക്കാൻ പറ്റുള്ളൂ എന്ന്. നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് നീ ധ്യാനിക്കണം. അവളോട് സ്നേഹം തോന്നണമെങ്കിൽ, അവളുടെ ജീവിതത്തിലേക്ക് അധികം കടന്നു ചെല്ലണമെങ്കിൽ യു ഷുഡ് മെഡിറ്റേറ്റ് അപ്പോൺ ഹർ. കുടുംബത്തെക്കുറിച്ച് ധ്യാനിച്ചു നോക്കണം, മക്കളെ കുറിച്ച് ധ്യാനിക്കണം, അവരെ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് അതിൽ പലതും ചേർത്ത് നോക്കണം. അവരെങ്ങനെയാണ് മനസ്സിന്റെ ആ മഞ്ചത്തില് അവിടെ എങ്ങനെ വരുന്നത്. അതിൽ മ്യൂസിക് ചേർക്കണം, അതിൽ ലൈറ്റ് ചേർക്കണം, ഭാവങ്ങൾ ചേർക്കണം. എന്നിട്ട് അകലെ നിന്ന് അതിനെ കാണണം ഒരു കാഴ്ചക്കാരനെ പോലെ. നീ എങ്ങനെ ധ്യാനിച്ച് നിന്റെ ഭാര്യയെ കാണോ? അപ്പൊ നീ എന്നോട് തിരിച്ചു, എൻ്റെ കർത്താവെ,
ഇനിയിപ്പോ അത് വെറുതെ ഇരുന്നാലും ഉള്ളിൽ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്ത് തരില്ലേ, ദെൻ യു ആർ ഡൂയിങ് നെഗറ്റീവ് മെഡിറ്റേഷൻ ഓൺ ഗാഡ്. സോങ് പോയി വായിക്കുക, എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരും. ധ്യാനിക്കണം നമ്മൾ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്തു തോന്നും? ആദ്യമായിട്ട് നിങ്ങളുടെ ഉള്ളില് ദൈവമേ നന്ദി, ഈ വ്യക്തിക്ക് വേണ്ടി നിനക്ക് നന്ദി. ഒരു പ്രയർ ഓഫ് ബ്ലെസ്സിങ് വിൽ കം ഔട്ട്. യു വിൽ ബിഗിൻ ടു ബ്ലെസ്. കർത്താവേ വാട്ട് എ വണ്ടർഫുൾ തിങ് ഹാസ് ഹാപ്പൻഡ് അറൗണ്ട് മീ എന്ന് ആ വ്യക്തിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പൊന്തി വരും. അപ്പൊ അതിൽ നിന്ന് പ്രയർ ഓഫ് പ്രൈസ് വരും, സ്തുതിപ്പ് പൊന്തി വരും. ധ്യാനിക്കാതെ സ്തുതിപ്പ് വരില്ല. അപ്പൊ സ്തുതിപ്പ് പഠിക്കാനായില്ലേ ധ്യാനിച്ചു തുടങ്ങണം. നമ്മുടെ സ്തുതിപ്പ് എന്താ? ദൈവത്തിന് അല്ലെങ്കിൽ അപരനെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, ദാറ്റ് വി പ്രൈസ് ഇൻ വാവ് 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 എന്ന് പറയുന്ന അതിൽ നിന്നല്ലേ, അത് ധ്യാനിക്കുമ്പോഴല്ലേ പൊന്തി വരുന്നേ. ദെൻ പ്രയർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ പ്രാർത്ഥനകൾ അതിൽ നിന്ന് പൊന്തി വരും. പിന്നെ അവിടെയുള്ള സംഭവങ്ങളെ കാണുമ്പോഴുള്ള വേദനകളിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന കയറി വരും. കർത്താവേ അവരോട് കൃപയായിരിക്കണമേ എന്ന് പറഞ്ഞ് ആ വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം ഞാനൊന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവന്റെ ആ അവസ്ഥയിൽ റിലേറ്റ് ചെയ്യാനുള്ള അദമ്യമായ ആഗ്രഹം വരും. then you begin to it begin love. അതാ ഒരു സോ മെനി ഓഫ് പ്രയറുകൾ കടന്നു വരും. പ്രയർ ഓഫ് പ്രേസ്, പ്രയർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്രയർ ഓഫ് താങ്ക്സ് ഗിവിങ്, പ്രയർ ഓഫ് ബ്ലെസ്സിങ്, പ്രയർ ഓഫ് ഇന്റർസെഷൻ. അതൊക്കെ ഈ ധ്യാനത്തിൽ നിന്നാണ് പൊന്തി വരുന്നത്. അപ്പൊ ധ്യാനിക്കാതെ ഒരുത്തനും തൻ്റെ ഭാര്യയെ പ്രൈസ് ചെയ്യാനോ നന്ദി പറയാനോ കൃതജ്ഞത കാണിക്കാനോ ബ്ലസ് ചെയ്യാനോ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയില്ല. ധ്യാനാത്മകതയാണ് നമ്മളെ അപരനെ കുറിച്ച് അധികം അറിയിക്കുന്നത്. അപരനെ കുറിച്ച് സ്നേഹത്തിൽ വളരാൻ, ഒരവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ധ്യാനത്തിലൂടെയാണ് നമ്മൾ പുനരൈക്യപ്പെടുക. മനസ്സിൽ ആദ്യം പുനരൈക്യപ്പെടണം, അതിന് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങണം. പക്ഷെ പലപ്പോഴും ഈ തല്ലുകൂട്ടങ്ങളും ബഹളങ്ങളും ഈ കുടിപ്പകകളൊക്കെ ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്കൊക്കെ കടത്തിവിടുന്നത് ആ കുട്ടികളെ നെഗറ്റീവായിട്ട് ധ്യാനിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെയാണ് അത് കടത്തിവിടുന്നത്. അവരോട് പറയാണ്, മകനെ മകളെ ഇങ്ങനെ ഒരു സാധനം നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. ഈ വേദന, ഈ കുടിപ്പക, ഈ കാര്യം നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും അത് നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിക്കളയരുത് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ധ്യാനങ്ങളെ ഫീഡ് ചെയ്യുമ്പോഴാണ് കുടിപ്പകകളും തല്ലുകൂട്ടങ്ങളും ബഹളങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് കടന്നു പോകുന്നത്. അവിടെ നെഗറ്റീവ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട് അറിയാതെ തന്നെ. അങ്ങനെ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൽ ആ ബ്ലഡ് തിളയ്ക്കുന്ന തരത്തിൽ അത് വരാനായിട്ട്, അപ്പൊ അതിൽ നിന്ന് റിവഞ്ച് ഫുൾനെസ്സുകളും കാണിച്ചു തരാറും 8ന്റെ പണികളും ഒക്കെ അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. പിതാവ് അതിനൊരു സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അന്ന് വരെ ആ സമൂഹം ധ്യാനിച്ച രീതികളിൽ പിതാവ് ധ്യാനിച്ചിട്ടില്ല. പിതാവ് ആ സമുദായത്തെ തൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ധ്യാനിക്കാൻ തുടങ്ങി. പുത്തങ്കൂർ സമുദായത്തെ മൊത്തമായി തൻ്റെ ഹൃദയത്തിലേക്ക് എടുത്ത് കളിമണ്ണ് പോലെ അതിനെ കുഴച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമൂഹത്തെക്കുറിച്ച്, പുത്തങ്കൂറിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അതിൽ വന്ന വേദനകളെ കുറിച്ചും ഒക്കെ പിതാവ് മനനം ചെയ്യാൻ തുടങ്ങി. ആ ഹോൾ തിങ് പിതാവ് തൻ്റെ ഉള്ളിലേക്ക് എടുത്തു. എന്നിട്ട് തൻ്റെ ജീവിത വിശുദ്ധിയിലെ, തൻ്റെ പ്രാർത്ഥനകളിലെ ആ നെഗറ്റിവിറ്റിയെ എടുത്തു കളയാൻ തുടങ്ങി. അപ്പൊ സമുദായത്തിനെ നോക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ, കരുണ നിറയുന്ന, അതിനെ സ്തുതിക്കുന്ന, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട് പിതാവ് മാറാൻ തുടങ്ങി. അന്ന് പിതാവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന വ്യക്തികളൊക്കെ അതുപോലെ ധ്യാനിച്ചിരുന്നോ? എനിക്ക് സംശയമുണ്ട്.
പക്ഷെ അവരൊക്കെ ധ്യാനിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ യെസ് ദേ ഡിഡ്. ബട്ട് ഡിഡ് ദേ ഡു ദാറ്റ് ഓൺ പോസിറ്റീവ്ലി? പുനരൈക്യപ്പെടുത്തുന്ന, നമ്മുടെ കുടിപ്പകകളെ തകർക്കുന്ന, നമ്മുടെ ശാപവചനങ്ങളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ഉള്ളിൽ 8ന്റെ പണി ചെയ്യണമെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതിനെ നിർത്തിയിട്ട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും സ്തുതിപ്പിൻ്റെയും ആ ഒരു കൃതജ്ഞതയുടെയും ഒക്കെ ആത്മാവിൽ നിറയുന്ന ആ സ്നേഹമൊക്കെ ധ്യാനത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഭർത്താവിനെയോ ഭാര്യയോ ഒക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, മക്കളെ ശപിക്കുന്ന ഭാഷകളുണ്ടെങ്കിൽ അറിയണം ആ കുടുംബത്തിൽ നെഗറ്റീവ് ധ്യാനം നടക്കുന്നുണ്ടെന്ന്. പുത്തൻകൂർ സമുദായത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ആ കുടുംബങ്ങളിലുള്ള ഈ നകാരാത്മകമായ ധ്യാന ചിന്തകളാണ്. ഒരുപക്ഷെ അത് 100 വർഷമോ 200 വർഷമോ 500 വർഷമോ ഒക്കെ മുമ്പ് സംഭവിച്ചിരിക്കാം. പക്ഷെ അതിനെയൊക്കെ ധ്യാനിക്കുമ്പോൾ ഇന്നുള്ള വ്യക്തികളൊന്നും അതിൽ പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ സമുദായത്തെ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ അതിനെ ശുദ്ധീകരിക്കണം. ദാറ്റ് ഈസ് പോസിറ്റീവ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. ആ ധ്യാനത്തിലാണ് നമ്മൾ ഈ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്കത് ദൈവത്തെക്കുറിച്ചും ധ്യാനിക്കാം. ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് ലക്ഷ്യോ ദിവീനയൊക്കെ ചെയ്യുന്നത് പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലക്ഷ്യോ ദിവീന പ്രാർത്ഥനയിൽ ഈ ധ്യാനാത്മകത പോസിറ്റീവായിട്ട് വരുന്നത്? നിങ്ങളത് വായിക്കുമ്പോൾ തോന്നണം, എന്താണ് ഈ വചനം എന്നോട് പറയുന്നത് എന്ന് പറയുമ്പോൾ അത് സകാരാത്മകമായിട്ട് എന്നോട് എന്താണ് പറയുമ്പോഴാണ് നമ്മിൽ കരുണ, അല്ലെങ്കിൽ അനുതാപം, അല്ലെങ്കിൽ സ്തുതിപ്പ്, അല്ലെങ്കിൽ നിവേദനം, അല്ലെങ്കിൽ മധ്യസ്ഥം ഒക്കെ കയറി വരുന്നത്. അതാണ് വചന ധ്യാനം. അത് ധ്യാനിക്കുകയാണ്. പിന്നീട് നമ്മൾ അതൊരു വ്യക്തിയെക്കുറിച്ച് വേണമെങ്കിലും ചിന്തിക്കാം, ഒരു സെയിന്റിനെ കുറിച്ച് ചിന്തിക്കാം, എന്നോട് സഹായം ചോദിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാം, വഴിയിലൂടെ പോകുന്ന ഒരു പിച്ചക്കാരനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാം. ദെൻ അവനിലേക്ക് എൻ്റെ കൃപ ഒഴുകിച്ചെല്ലാൻ തുടങ്ങും. അവനോട് എനിക്ക് കരുണ തോന്നാൻ തുടങ്ങും. അതാണ് ഒരു ധ്യാനാത്മകതയുടെ ഇമ്പോർട്ടൻസ്. പിതാവ് ആ പ്രാർത്ഥനയിൽ സമുദായത്തെ ശുദ്ധീകരിക്കുന്ന, സമുദായത്തെ സ്തുതിക്കുന്ന, സമുദായത്തിന് നന്ദി പറയുന്ന, സമുദായത്തിനെ ഓർത്ത് കൃതജ്ഞത പറയുന്ന ഒരു വലിയ സന്യാസിയായിട്ട് മാറാൻ തുടങ്ങി. ആൻഡ് ഹി ജസ്റ്റ് ലവ്ഡ് യു ഓൾ. ആ സ്നേഹത്തിൻ്റെ ആ വലിയ ഒരു സകാരാത്മകമായ ധ്യാനത്തിൻ്റെ പ്രതിഫലനമാണ് മക്കളെ നിങ്ങൾ മലങ്കര സഭ. അത് അത്രമാത്രം ധ്യാനിച്ചത് കൊണ്ടാണ് വന്നത്. അപ്പൊ ജർമായയുടെ ധ്യാനങ്ങൾ പോലെ സന്തോഷം എന്തത് ഞാൻ മറന്നു എന്ന് പറഞ്ഞതിന് ശേഷം, പക്ഷെ ഇത് ഞാൻ ഓർക്കുന്നു, ഇത് ഞാൻ ധ്യാനിക്കുന്നു, അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും. കാരണം കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പുതിയതായിട്ടുള്ള ആ പ്രാർത്ഥന, ആ ധ്യാനം നമ്മൾ നടത്തണം. ഇന്നലെകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ല, ഇന്നിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ഒരു വ്യക്തിയെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട്, ഇതിൽ എനിക്ക് പുനരൈക്യപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ധ്യാനങ്ങളാണ് ഇവാനിയൻ വഴിയുടെ ആധ്യാത്മിക സ്ട്രെങ്തായിട്ട് ഞാൻ കാണുന്നത്. അത് പ്രാർത്ഥനയിൽ തന്നെ ആ പുനരൈക്യം നടക്കും. അപ്പൊ നമുക്ക് പ്രകൃതിയെക്കുറിച്ചും ധ്യാനിക്കാലോ. ഒരു പുഴയെ, ഒരു മലയെ, ഒരു കാടിനെ. അപ്പോഴല്ലേ നമുക്ക് ആ കാടിനോട് ഒരു കരുണ തോന്നാൻ തുടങ്ങുള്ളൂ, ആ കാടിനോട് നന്ദി പറയാൻ തോന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു മരത്തിനെ കാണുമ്പോൾ ഇവനൊരു 25 ഇഞ്ചിന്റെ ഒരു പലക കെട്ടുമെന്ന് മാത്രം ഒരു കൺസ്യൂമറിസ്റ്റ് ചിന്തയിലൂടെ കാണില്ലേ. ഈ മല മുഴുവനും ചെമ്പടയെ നമുക്ക് കുഴിച്ച് അതിനെ വിഴുങ്ങാന്ന് പറയില്ലേ. അപ്പൊ എങ്ങനെ നമ്മളൊരു പ്രകൃതിയെ സ്നേഹിക്കുക, മരത്തിനെ സ്നേഹിക്കുക, പുഴയെ സ്നേഹിക്കുക, മലകളെ സ്നേഹിക്കുക, നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുക, ധ്യാനിക്കണം. ആ ധ്യാനാത്മകത നഷ്ടപ്പെട്ടതാണ് പുനരൈക്യം വീണ്ടും വേണമെന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നേ. ആ ധ്യാനങ്ങൾ എന്ന് നഷ്ടപ്പെട്ടോ അന്ന് ഐക്യങ്ങൾ നഷ്ടപ്പെട്ടു, റിലേഷനുകൾ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഐത്തോട്ടിൽ നിന്നാണ്, ഞാൻ വിചാരിച്ചതുകളിൽ നിന്നാണ്. അതിൽ നമ്മൾ അപരനെ കാണാതെയായി. പിതാവിൻ്റെ ധ്യാനതലങ്ങൾ ഒത്തിരി ആഴത്തിലുള്ളതായിരുന്നു.
പിതാവ് എല്ലാത്തിനെയും ധ്യാനിക്കാൻ തുടങ്ങി. യു ഷുഡ് ബിഗിൻ ടു പ്രാക്ടീസ് ദാറ്റ്. സോ ഞാനിവിടെ നിർത്തുന്നു. ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം. ധ്യാനിക്കാൻ ശ്രമിക്കുക, പരസ്പരം ധ്യാനിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അപരനെ, ഇപ്പം എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ നാട്, എൻ്റെ വീട്, അതൊക്കെ വരുമ്പോൾ ചോദിക്കേണ്ടത്, ഞാൻ ഇതിനെ എൻ്റെ വിശപ്പുകൾക്ക് വേണ്ടി അപ്പമാക്കിയോ? ഞാൻ ഈ വ്യക്തിയുമുള്ള റിലേഷൻഷിപ്പിൽ വിശ്വസ്തതയില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതിയെ ശുശ്രൂഷിക്കാനായിട്ട് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് ചോദിക്കാൻ തുടങ്ങണം. ധ്യാനത്തിൻ്റെ താഴെ അതാ ചോദിക്കണേ. അതിലാണ് മനുഷ്യരെ പിടിക്കുന്നത് വരുന്നത്. ആ മനുഷ്യരെ പിടിക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ പരസ്പരം റിലേറ്റ് ചെയ്യുന്ന ധ്യാനാത്മകതയിലേക്ക് കടക്കുന്നത്. അതിൽ നമ്മൾ ദൈവത്തിനോടും ചോദിക്കണം, ഡിഡ് വി യൂസ് ഗോഡ്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഡീപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ദൈവസേവനം എന്ന ആ ഒരു ചിന്തയിൽ അവൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്, അവനെയാണ് മിറർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ കുടുംബത്തിലെ ഐക്യങ്ങൾ നഷ്ടപ്പെട്ടത്? ലുക്ക് അറ്റ് ദം. എന്നിട്ട് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് അവരെ മനസ്സിൽ കാണാൻ തുടങ്ങ്. ദേഷ്യം വരുന്നുണ്ടോ? അപ്പോൾ ചവിട്ടിക്കൂട്ടാൻ തോന്നുന്നുണ്ടോ? പിന്നെ എങ്ങനെ നിങ്ങൾ റിയാലിറ്റിയിൽ പുനരൈക്യപ്പെടും? അപ്പം മനസ്സിലാക്കണം, അതിൻ്റെ ബാക്കിൽ ഐത്തോട്ടുകളുണ്ട്. അതിലൊക്കെ അവരെയൊക്കെ വളരെ സാധ്യതകൾ മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. നാച്ചുറലി നിങ്ങൾ കാറ്റിനെ പ്രസവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. റീഡു ദാറ്റ് വൺ. നോ, ടേക്ക് ഇറ്റ് ഇൻ ആൻഡ് ധ്യാനിക്കുക. സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രവാഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കടന്നു വരും. അതിന് ഈ വലിയ ഗുരു നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ആമേൻ.